മണിപ്പൂരിൽ മെയ്തൈ നേതാവ് അറസ്റ്റിൽ. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്ത കേസിൽ ബൊയ്നാവോ പങ്കൈജാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇംഫാലിലെ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമത്തിൽ 19 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, മണിപ്പൂരിലെ ഏറ്റവും പുതിയ അവസ്ഥ എന്താണ്? ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്തിനാണ്? വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, മണിപ്പൂരിലെ സംഘർഷാവസ്ഥ വീണ്ടും തുടരുകയാണ്. 5 ജില്ലകളിൽ ഇപ്പോഴും ഇന്റർനെറ്റ് നിരോധനവും അതോടൊപ്പം തന്നെ കർഫ്യൂവും ഇപ്പോൾ തുടരുകയാണ്. വീണ്ടും ഒരു അരമ്പായ് തെങ്കോൽ നേതാവിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബെയ്നാവോ പങ്കജാമിനെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തുവെന്ന് ആരോപിച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഒരു അരമ്പായ് തെങ്കോൽ നേതാവിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും അത്തരത്തിലാണ് വലിയ പ്രശ്നസങ്കീർണമായ ഒരു സംഭവത്തിലേക്ക് മണിപ്പൂർ നീങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇന്റർനെറ്റ് നിരോധനം അടക്കമുള്ളവ 5 ജില്ലകളിൽ ഏർപ്പെടുത്തിയത്. എന്തായാലും മണിപ്പൂരിൽ ഈ അരമ്പായ് തെങ്കോൽ എന്ന മെയ്തൈ, അതായത് തീവ്ര മെയ്തൈ വിഭാഗം ആഹ്വാനം ചെയ്ത 10 ദിവസത്തെ ബന്ദിന് അവർ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത് അതിപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. 3 ദിവസം പിന്നിട്ടതേ ഉള്ളൂ. അപ്പോൾ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മനസ്സിലാക്കിയാണ് ഇന്നലെ ഔദ്യോഗികമായ വാർത്താ സമ്മേളനത്തിലൂടെ അത് അവർ പിൻവലിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഒരു നേതാവിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾക്ക് ഇരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഇന്നലെ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയായും അതുപോലെ ആഭ്യന്തരമന്ത്രിയുമായിട്ടൊക്കെയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണമാണ് മണിപ്പൂരിൽ നിലനിൽക്കുന്നത്. അത് മാറ്റണമെന്ന് ആവശ്യമായിട്ടൊക്കെ ഉന്നയിച്ചുകൊണ്ട് ബിജെപി എംഎൽഎമാർ ഉൾപ്പെടെ 26 എംഎൽഎമാരാണ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയത്. അതും ഒരു വഴിക്ക് നിൽക്കുകയാണ്. എന്തായാലും മണിപ്പൂർ അശാന്തമായി തന്നെ തുടരുകയാണ്. മേഖലയിലൊക്കെയും കൂടുതൽ സേനയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു അക്രമ സംഭവം ഉണ്ടായാൽ അത് സഹിക്കുന്നതിനും അപ്പുറമായിട്ട് മണിപ്പൂരിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയാണ് ഇപ്പോൾ സേനാംഗങ്ങൾ നീങ്ങുന്നത്. സൈഫ്.